ബബ്ബബ്ബ ഒരു വശത്ത് ദിലീപിന്റെ സിനിമയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 8 നിലയിൽ ഈ പടം പൊട്ടിക്കും, ബഹിഷ്കരിക്കും എന്ന് ആഹ്വാനം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് വേടന്റെ ഒരു പാട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ തുള്ളി തിമിർത്താടിയിട്ട് ആഹ്ലാദ പഠനം കാഴ്ചവെക്കും. കാരണം ദിലീപ് വേറെ, വേടൻ വേറെ. അല്ലാന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങ് വരുവാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നേരെ മാലയിട്ട് സ്വീകരിച്ച് ബൊക്കെല്ലാം കൊടുക്കും. പക്ഷേ ദിലീപ് വേറെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വേറെ. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഒരു വശത്ത്. മറുവശത്ത് കുറച്ച് നിർഗുണ ടീംസ് ഉണ്ട്. അതായത് ലാലേട്ടൻ ഈ പടത്തിലുണ്ടല്ലോ, അതുകൊണ്ട് ലാലേട്ടൻ കാരണം ഈ പടം അങ്ങ് ഹിറ്റായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാലേട്ടന്റെ പോർഷൻ അത്യാവശ്യം നന്നായി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ലാലേട്ടൻ തൂക്കുമല്ലോ. അതുകൊണ്ട് ഈ പടം എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ വേറൊരു വശത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് കൂട്ടരുടെ കുറേ അധികം പെയ്ഡ് റിവ്യൂസ് അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള റിവ്യൂസ്, നിങ്ങൾക്ക് കരുതിക്കൂട്ടിയുള്ള റിവ്യൂസ് എന്തായാലും ഡിസംബർ 18 കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പടത്തിന്റെ ജെനുവിൻ റിവ്യൂ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം വൈകിട്ടെങ്കിലും ആണ്, എന്നാലേ സാധാരണ ഓഡിയൻസ് കൂട്ടി പടം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയത്തുള്ളൂ. ഇനി എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് അവര് ഈ പടത്തെ പ്രൊമോട്ട് ചെയ്തൊരു രീതിയുണ്ട്, നോ ലോജിക് ഒൺലി മാഡ്നസ്. അതായത് നമ്മൾ ഈ ഭയങ്കര തലച്ചോറൊക്കെ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ഇതെന്താ ഈ പടത്തിന്റെ ലോജിക്ക് അങ്ങനെ വന്നില്ല, ഇങ്ങനെ വന്നില്ല, ഇത് ശരിയാവില്ലല്ലോ, ഇത് ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം ആസ്വദിക്കാനായിട്ടൊന്നും പറ്റൂല. നിങ്ങളിപ്പോൾ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ അജിത്തിന്റെ ഒരു തമിഴ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ലക്കി ദ റേസർ എന്ന് പറഞ്ഞിട്ടൊരു, എനിക്കൊന്ന് തെലുങ്ക് പടമാണെന്ന് തോന്നുന്നു, ആ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ഒരു പടം. അതായത് ഒരു വട്ട് പടം. തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ സ്ക്രീൻ പടം തുടങ്ങുന്ന അവസാനം വരെ നമ്മളിങ്ങനെ കണ്ടുപോകുമ്പോഴത്തേക്കും അത്യാവശ്യം രസമുള്ള, കുറച്ച് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കിടുക്കാച്ചി പടം എന്നൊരിക്കലും ഞാൻ പറയൂല. കാരണം അത്ര കിടുക്കാച്ചിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കൂതറപ്പടം എന്ന് ഞാൻ പറയില്ല, കാരണം ഞാൻ പടം എൻജോയ് ചെയ്തിട്ട് പടം കൂതറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ഊള പരിപാടിയല്ലേ. പിന്നെ ഞാൻ ഈ പടം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ കാണുക, ലാലേട്ടന്റെ പോർഷൻ ആസ്വദിക്കുക എന്നുള്ളതാണ്. ഒബിയസ്ലി ലാലേട്ടനെ പറ്റി തന്നെ ഏറ്റവും ആദ്യം ഞാൻ പറയാം. ലാലേട്ടനെ വെച്ചിട്ട് ആരെങ്കിലും മലയാള സിനിമയിൽ ആരെങ്കിലും ഒരു നല്ലൊരു മാസ് എന്റർടൈനർ, അതായത് ലാലേട്ടന്റെ അടി ഇടി പാട്ട് കുറച്ച് ഡയലോഗ്സ് എല്ലാം ഉള്ള ഒരു കിണ്ണം കാഴ്ച ഐറ്റം എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഈ പടം കണ്ടപ്പോൾ കൊതിച്ചുപോയി. കാരണം ലാലേട്ടന്റെ കുറേ അധികം നല്ല പരിപാടി. ഇപ്പോൾ ഈ ഒരു സിനിമയിലെ പാട്ട്, ഒരു ഡാൻസ് പാട്ടുണ്ടല്ലോ, ചിലർക്ക് മകന, ആ സാധനം, അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ കണ്ട സമയത്ത് എനിക്ക് ഒട്ടും വർക്കായില്ല. പക്ഷെ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കും ഒരു ഓളം എനിക്ക് തോന്നി. ആ ഒരു ലിറിക്സിൽ മാത്രമാണ് ബുദ്ധിമുട്ട് തോന്നിയത്. പക്ഷേ ഓവറോൾ പരിപാടിയിൽ കുറച്ച് രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ വരുന്ന പോർഷനിൽ എനിക്ക് ഇൻട്രോയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയിലർ സിനിമ കണ്ടപ്പോഴത്തേക്കും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇവർ ഈ പടത്തിന്റെ ഇൻട്രോ എടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അമ്മാതിരി ഒരു ഇൻട്രോ ആണ് ലാലേട്ടന് വേണ്ടി കൊടുത്തേക്കുന്നത്. ലാലേട്ടൻ്റെ ഒരു ചെറിയ സാധനമുണ്ട് ഇൻട്രോയ്ക്കകത്ത്. ലാലേട്ടൻ കംപ്ലീറ്റ് റെഫറൻസ് ആണ്. ആ റെഫറൻസിൽ ലാലേട്ടൻ ഇടുന്നൊരു ഐറ്റം ഉണ്ട്, അത് പൊളിച്ച്, അത് നൈസ് സാധനമായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ ഒരു ഡാൻസ് പരിപാടി കാണുമ്പോൾ തന്നെ നമുക്ക് തിയേറ്ററിലൊരു, നമ്മൾ ലാലേട്ടനെ അങ്ങനെ കണ്ടിട്ട് കുറേ നാളായി. ലാലേട്ടനെ കാണേണ്ട സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു മുണ്ട് പറി, എല്ലാത്തിനകത്തും മുണ്ട് പറിച്ച് മീശ വിരിച്ച് മുണ്ട് മടക്കി കുത്തി ഇടിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലാലേട്ടനെ നമ്മൾ സത്യം പറഞ്ഞാൽ മിസ്സാണ് ഇപ്പം നമുക്ക്. കാരണം അങ്ങനെ പുള്ളി വന്ന് അഴിഞ്ഞാടിയ കഥാപാത്രങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഡാൻസും പാട്ടും ഒക്കെ ഉള്ള ആ ഒരു ലാലേട്ടനെ കുറച്ചെങ്കിലും തിരിച്ചു കിട്ടിയപ്പോഴത്തേക്ക് നമുക്കൊരു ഒരു സന്തോഷം തോന്നി. ലാലേട്ടൻ്റെ വേറെ കുറച്ച് പരിപാടീസൊക്കെ പിന്നീടൊക്കെ സെക്കൻഡ് ഹാഫിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഈ പോർഷൻ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ആസ്വദിക്കാനായിട്ട് സാധിച്ചു. ബിക്കോസ് ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട്, കട്ട ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ലാലേട്ടനെ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കും എനിക്കത് വർക്കായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ വേണമെങ്കിൽ ഇതിലും കുറ്റപ്പെടുത്താം, ലാലേട്ടൻ അങ്ങനെ വന്നിട്ട് അത് ശരിയായില്ല, ലാലേട്ടൻ്റെ ആ പരിപാടി ശരിയായില്ല, ലാലേട്ടൻ്റെ ഈ പരിപാടി ശരിയായില്ല. ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു പടം എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് എന്റർടൈൻമെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നത്. അപ്പോൾ എനിക്ക് വർക്കായെങ്കിൽ അത്രേ ഉള്ള പരിപാടി. അതിനപ്പുറത്തേക്ക് മറ്റ് സാധനങ്ങൾ ലോജിക്ക് നോക്കിയിട്ട് ഇതിനെങ്ങനെ വിചറമ്പിച്ച് വെപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു പരിപാടിയല്ല. അതുകൊണ്ട് എനിക്ക് ആ സാധനം ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ലാസ്റ്റ് ക്ലൈമാക്സിൽ ലാലേട്ടൻ്റെ ഒരു ഫൈറ്റ് പരിപാടിക്കകത്ത് ഒരു നൈസ് നമ്പർ ഉണ്ട്. അപ്പോൾ അതിലും ഒരു ലോജിക്കും ഇല്ല കേട്ടോ. കാരണം ലാലേട്ടൻ എനിക്കൊന്നും ഇമാതിരി ലോജിക്കില്ലാത്തൊരു ഫൈറ്റ് സീൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ. അത് പുള്ളിനെ കൊണ്ട് ഡയലോഗ് ചെയ്യും. ഇന്നത്തെ ദിലീപ് ആണെങ്കിലും ലാലേട്ടൻ ആണെങ്കിലും ഇടയ്ക്ക് കുറച്ച് ഐറ്റംസ് അവർ തന്നെ അടിച്ചോളും, പുറത്തുനിന്നും വരണ്ട. കാരണം ഈ സീൻ ഒരു സ്പൂഫാണ്, അല്ലെങ്കിൽ ഈ സീൻ ഒരു കളിയാക്കൽ പരിപാടിയാണെന്നുള്ളത് അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് അതിൻ്റെ പരിപാടിയൊക്കെ ഒപ്പിച്ച് വെക്കണത്. അതുകൊണ്ട് ഞാനതിൽ ഇന്നാണ്. ഞാൻ ആ ഒരു പരിപാടിക്കകത്ത് ഓൾറെഡി ഞാൻ ഇന്നായിട്ടിരിക്കുകയാണ്. ഇതൊരു ഒരു കൈൻഡ് ഓഫ് സ്പൂഫ് അല്ലെങ്കിൽ ഒരു ലോജിക്കേ ഇല്ലാത്ത പടമാണെന്നുള്ളത് ഞാൻ ഇന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് വർക്കായി എന്നുള്ളതാണ്. ഇനി പടത്തിൻ്റെ ഓവറോൾ പരിപാടി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എവിടെയും പടം ബോറടിച്ചൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ നൈസാക്കിയിരുന്നെങ്കിൽ എനിക്ക് പല പോർഷനകത്തും തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദിലീപിൻ്റെ പരിപാടി
ദിലീപ് എനിക്ക് തോന്നുന്നു കുറേ എനർജറ്റിക് ആയിട്ട് ചെയ്യുന്ന. ഇപ്പോൾ ദിലീപ് രാമലീല കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു ഒരു എനർജറ്റിക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്ന സിനിമ മലയാളത്തിൽ കിട്ടിയോ. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് പുള്ളി ഒരു വയ്യ പുള്ളിക്ക് എൻ്റെ ചുറ്റും പ്രശ്നങ്ങളാണല്ലോ എന്നുള്ള ആക്ച്വലാണ് പുള്ളി നിൽക്കുന്നത്. പക്ഷെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ പുള്ളിയായതുകൊണ്ട് ആ ഒരു എനർജറ്റിക് ലെവൽ പെർഫോമൻസ് പുള്ളിക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് എല്ലാവരും കേട്ടോ, അതിനകത്ത് കുറേ പരിപാടി. ഇപ്പം ദേവൻ്റെ ഒരു സാധനം, അത് ഇപ്പോൾ ദേവൻ്റെ ഡയലോഗ് എന്താണോ, ദേവൻ്റെ ആ ഒരു ഐക്കോണിക് ഡയലോഗ് ഉണ്ടല്ലോ, എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട് പക്ഷെ അതിപ്പോൾ പറയാൻ പറ്റില്ല. ആ സാധനം ആയിക്കോട്ടെ, ഇപ്പം അശോകൻ്റെ ഒരു ഐക്കോണിക് ചിരി ഉണ്ടല്ലോ, ആ ചിരി ആയിക്കോട്ടെ, എല്ലാവരുടെയും ആ ഐക്കോണിക് പരിപാടീസാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ കോമ്പോയിൽ വരുമ്പോഴത്തേക്കും അവർ റിയൽ ലൈഫിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ ഈ ക്യാരക്ടറിനെ കൊണ്ട് സംസാരിപ്പിച്ചവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ പരിപാടീസ് നമുക്ക് ഇതിനകത്ത് വർക്കായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നി ഒരു ലെങ്ത് കുറവാണ്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറും 10 മിനിറ്റൊക്കെ ഫസ്റ്റ് ഹാഫ് ഉള്ളൂ. ആ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സാധനങ്ങളൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബാലു അറിയാം, നമ്മുടെ താടി ബാലുവിൻ്റെ ഒരു റോള് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓക്കെ, ഒരു നൈസ് സംഭവം ബാലു വന്ന് ചെയ്തിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഉണ്ട്. ആ പോലീസ് സ്റ്റേഷൻ ഫൈറ്റിനകത്ത് ബാലുവിൻ്റെ ഒരു ഫൈറ്റ് കിഡു. എനിക്കൊന്ന് പുള്ളിക്ക് മലയാള സിനിമയിൽ ഇതേപോലെ ഒരു ഫൈറ്റ് സീൻ വേറെ കിട്ടിയിട്ടേ ഇല്ല. അത്ര പൊള്ളിയായിട്ട് ബാലു അതോടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പടത്തിൽ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആണ്. പടത്തിൽ അങ്ങനെ എനർജി ലൂസാവുന്ന ആരുമില്ല. അതായത് എല്ലാവരും ഇങ്ങനെ, അതിപ്പോൾ ഒരു സിംഗിൾ റോള് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അവരിങ്ങനെ ഹൈയിൽ നിൽക്കുകയാണ് പടം ചെയ്യാനായിട്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ, സ്ക്രിപ്റ്റ് മോശമാണ് എന്ന് ഞാൻ ഇവിടെയും പറയുന്നില്ല, പക്ഷേ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിനകത്ത് അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ല. ഒരു കുഞ്ഞി കഥയാണ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥ തന്നെയാണ്. കഥയ്ക്കകത്ത് വലിയ പുതുമയൊന്നും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുതുമയില്ല. ഞാൻ ഈ കഥയ്ക്ക് ഒരു പുതുമയുണ്ടെന്ന് ഇവിടെയും പറയുന്നുമില്ല. നമ്മളൊരു 100 തവണ, അതായത് ഇപ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ദിലീപിൻ്റെ അടുത്ത് കേൾപ്പിക്കുന്ന സമയത്ത് ദിലീപിനെ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലേ ഇത് ഞാൻ കേട്ട കഥയല്ലേ, ഇത് ഞാൻ കണ്ട കഥയല്ലേ, അഭിനയിച്ചിട്ടുള്ള കഥയല്ലേ, ആണ്. ഒരു പുതുമയില്ല. പക്ഷേ അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതിക്കകത്ത് ഒരു പുതുമയുണ്ട്. ആ പുതുമ എൻജോയ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇനി മെയിനായിട്ടേ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് പോയിരുന്നു, കൂട്ടുകാരും ഇല്ല, ഒരു എന്താ പറയണ്ടേ, അത്യാവശ്യം പടത്തിന് ആളുണ്ടാവുള്ളൂ ഈ സമയത്ത്. ഇനി ആളൊന്നും ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പടം വർക്കാവാനേ പോകുന്നില്ല. ഇത് അത്യാവശ്യം നല്ല ക്രൗഡറായിട്ടുള്ള തിയേറ്ററിൽ കുറച്ച് യൂത്ത് പിള്ളേരായിട്ട് അടിച്ച് പൊളിച്ച്, അതായത് ഒരു വൈബ് ഉണ്ടാവണം. അതായത് ഡയലോഗ് പറയുമ്പോഴത്തേക്കും ഒന്ന് കൈയടിക്കണം, വിസിലടിക്കണം, ചിരിക്കണം, കൂവണം, ഓക്കെ, ഡാൻസ് കളിക്കണം. ആ ഒരു വൈബ് മൂഡിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് സെറ്റാണ്. ആ സെറ്റിലാണ് പടം മുന്നോട്ട് പോകുന്നത്. പിന്നെ ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നായികയില്ല എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം. കാരണം നായികയില്ല. ഇനിയിപ്പോൾ ദിലീപ് ആയതുകൊണ്ട് ദിലീപിനെ നടത്തി നായികയും കൂടെ വന്നല്ലോ, ദിലീപിനെ നടത്തി അഭിനയിക്കുന്ന നായികമാരെ കൂടെ കുറ്റം പറയേണ്ട ആവശ്യമില്ല, കാരണം ഈ പടത്തിൽ നായികയില്ല. അത് വേറൊരു കേസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഷാൻ റഹ്മാൻ്റെ ആ ഒരു ലാലേട്ടൻ ദിലീപുമായിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, ആ ദിലീപിൻ്റെ പരിപാടിക്കകത്ത് ഓക്കെയാണ് ആ സാധനം. പക്ഷെ ഷാൻ റഹ്മാൻ എന്തുകൊണ്ട് ഷാനെ സ്കോറിങ്ങിൽ നിന്ന് മാറ്റി, BGM സ്കോറിങ് എന്തുകൊണ്ട് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷാൻ്റെ കയ്യിൽ നിൽക്കില്ലെന്ന് ഇവർക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കത് ആ സോങ് ബേസിൽ തന്നെ നമുക്കത് യൂട്യൂബിൽ അറിയാൻ സാധിച്ചു. പക്ഷേ കൊറിയോഗ്രാഫി കൊണ്ടാണ്, ഇപ്പോൾ ശാന്തി മാസ്റ്ററുടെ കൊറിയോഗ്രാഫി കൊണ്ടാണ് ആ പടം നമുക്ക് ഈ ഒരു സോങ് നമുക്ക് തിയേറ്ററിൽ നമുക്കൊരു എൻജോയ്മെൻറ്റ് തോന്നുന്നു. അതിൻ്റെ ബീറ്റും അതേപോലെ തന്നെ അതിൻ്റെ കൊറിയോഗ്രാഫിയും കൊണ്ടാണ്. അതൊരു ലാലേട്ടനെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ആ ഒരു പ്ലേസ്മെൻറ്റ് അവിടെ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പരിപാടിയൊക്കെ വേറെ ഒപ്പിച്ച് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ ലാലേട്ടനെ വെച്ചിട്ട് ലാലേട്ടൻ്റെ ഒരു ഐക്കോണിക് പരിപാടിയുടെ മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ സോങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ലാലേട്ടനിലേക്ക് പോകുന്നുണ്ട് ഫോക്കസ്. അപ്പോൾ നമുക്ക് ആ ഒരു സോങ് ആ വൈബിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഓവറോൾ സ്കോറിങ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാൻ മാറിയത് നന്നായി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഗോപി സുന്ദർ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സെറ്റാക്കി അടിച്ചു പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ ഈ ഒരു റോള് അത് പുള്ളി നൈസാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. ധ്യാൻ്റെ പരിപാടിയാണെങ്കിലും ധ്യാൻ്റെ കുറച്ച് ഇൻ്റർവ്യൂ പരിപാടിയൊക്കെ ഇതിനകത്ത് സ്കോർ ചെയ്ത് പോകുന്നുണ്ട്. അതൊക്കെ രസമാണ് കേട്ടോ, സംഭവത്തിൽ രസമാണ്. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ നമ്മൾ കണ്ടുപോകുമ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്പീഡായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, സമയം കുറവാണ്, വലിയ സീനൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ലോജിക്കും ഇല്ല, കണ്ട സാധനം തന്നെ, കണ്ടുമടുത്ത സാധനം തന്നെ. പക്ഷെ അത് മേക്കിങ്ങിൽ ധനഞ്ജയ് കുറച്ച് ഒന്ന് പിടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ധനഞ്ജയുടെ കയ്യിലെ ഒരു നല്ല സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ധനഞ്ജയ എടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, മാസ് പരിപാടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ധനഞ്ജയ്ക്ക് ആ മാസ് പരിപാടി അടിപൊളിയാക്കി ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് പടം കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. കാരണം ധനഞ്ജയ്ക്ക് അതിനുള്ള ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു കളർ ടോൺ എടുത്തു കഴിഞ്ഞാലും സ്കോറിങ് എടുത്തു കഴിഞ്ഞാലും, കാരണം
മ്യൂസിക് ഇല്ലാത്തൊരു പോർഷൻ ഇല്ല ഈ പടത്തിൽ. ടോട്ടൽ, അതായത് A to Z സീനിലാണെങ്കിൽ തന്നെ മ്യൂസിക്. അതായത് പടത്തിന്റെ നമ്മൾ ചില സിനിമയ്ക്കകത്ത് ഡയലോഗ് പറയുമ്പോഴത്തേക്കാണ് നിശ്ചിത കാണുമല്ലോ. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇതിങ്ങനെ ഇവിടെ മ്യൂസിക് ഇടൂ, അവിടെ മ്യൂസിക് ഇടൂ, ഇവിടെ BGM ഇടൂ, ഇവിടെ പൊളിക്കൂ, ഇവിടെ ഗൂസ് ബംപ്സ് ഇടൂ എന്നുള്ള രീതിയിലാണ് അവരിതിനെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണത്. സിനിമാഗ്രാഫി ആണെങ്കിൽ തന്നെയും ലൊക്കേഷൻസ് ആണെങ്കിൽ തന്നെയും എല്ലാം പരിപാടി കൊള്ളാം. പിന്നെ എല്ലാവരുടെയും ഒരു മാഡ് ഫീൽ ഉണ്ട്. അതായത് കാണുന്ന എല്ലാവർക്കും ഒരു കിക്ക് കിട്ടുന്ന രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു ഭ്രാന്തം പരിപാടി, അവരുടെ ഒരു ലൗഡായിട്ടുള്ള പരിപാടി, കുറച്ച് ഒച്ചത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചേക്കണം. അതുകൊണ്ട് നമുക്ക് ആ സാധനങ്ങൾ നമുക്ക് വർക്കാവും. പേഴ്സണലി എനിക്കിതൊരു ഒരു വാച്ചബിൾ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആസ് എ ലാലേട്ടൻ ഫാൻ എനിക്ക് ലാലേട്ടൻ്റെ കുറച്ച് പോർഷൻസ് എനിക്ക് അത്യാവശ്യം നൈസായി. പിന്നെ ഗോപാൽജിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, ഗോപാൽജിക്ക് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെയാണ്. പക്ഷെ ഗോപാൽജി എനിക്കൊന്ന് ഗോപാലേട്ടന് തോന്നിയിട്ടുണ്ടാകും. അത് കുറ്റമല്ല കേട്ടോ, ഞാനൊരു ഫണ്ണായിട്ട് പറയുന്നതാണ്. കാരണം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും അണ്ണൻ ഈ റോളൊക്കെ എടുക്കും അണ്ണ എന്നൊരു ചോദ്യം നമുക്ക് വരും. പക്ഷേ അണ്ണനത് ചെയ്യാൻ ആഗ്രഹം കാണുമല്ലോ, കാരണം കാശ് മുടക്കുന്ന പുള്ളിയല്ലേ. അപ്പോൾ പുള്ളിക്ക് എന്തായാലും ആ ഒരു ഐറ്റം ചെയ്യണം തോന്നിയിട്ടുണ്ടാവും. പുള്ളി അത് ചെയ്തു എന്നുള്ളതാണ് അതിനകത്തുള്ള വാസ്തവം. പക്ഷേ പുള്ളിന് മുമ്പേ 19 നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ക്യാമി ചെയ്തിട്ടുണ്ട്. അത് പുള്ളിയെ കൊണ്ട് പറ്റാത്ത പരിപാടിയാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ലാലേട്ടൻ്റെ കൂടെ, അതായത് എനിക്ക് ലാലു മോൻ്റെ കൂടെ ഒരു ചെറിയ സാധനം ചെയ്യണം ധനഞ്ജയ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ധനഞ്ജയ് ചെയ്യിപ്പിച്ചിട്ടുള്ള സാധനമാണ്. അത് കുഴപ്പമില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ, അതും നമ്മൾ ആസ്വദിക്കുക. ഈ പടം ആരും മൂടാ, എല്ലാം ആസ്വദിക്കാനായിട്ടുള്ള മനസ്സുമായിട്ട് വേണം നമ്മൾ തിയേറ്ററിൽ പോയി ഇരിക്കാനായിട്ട്. ഇവരെന്ത് കാണിച്ചാലും ഇപ്പോൾ 100 പേര് ഫ്രണ്ടിൽ വന്ന് നിൽക്കുക, ഒറ്റക്ക് നിന്ന് 2 പേര് തല്ലിയിടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടത്തിൽ തല്ലിയിടും. പടത്തിൻ്റെ മൂഡ് അമ്മാതിരിയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് വേറെ ഒന്നും നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ ഓവറോൾ എനിക്ക് പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഈ പടത്തിൻ്റെ ഇതിൻ്റെ അകത്തുള്ളൊരു ചോദ്യമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം, ഗവൺമെൻറ്, കറപ്ഷൻ, ഇതൊക്കെ ഇതിൻ്റെ അകത്തോട്ട് പോയി ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മാത്രം ഒതുങ്ങിപ്പോയിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കുറഞ്ഞു പോകാൻ അത് നന്നായി. കാരണം അങ്ങനെയൊക്കെ നോക്കി ലോജിക്ക് നോക്കി നമ്മൾ ചിന്തിച്ചു. കറപ്ഷൻസും ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ അവരുടെ കറപ്ഷൻസ് നോക്കി നമ്മൾ പോന്നു കഴിഞ്ഞാൽ സംഭവം വർക്കാവത്തേ ഇല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിനെ ഒരാളുടെ പേഴ്സണൽ പരിപാടിയിലേക്ക് കൂടെ കൊണ്ടുവന്നിട്ട് ഒരു സ്ഥാനത്തിലേക്ക് ഇത് ഓവറോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വർക്കായ പരിപാടി ലാലേട്ടൻ്റെ ആ ഒരു സംഭവം, ഓവറോൾ പടത്തിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ. ഞാൻ പറഞ്ഞില്ല, മലയാളത്തിൽ ഇങ്ങനെയുള്ള സിനിമ ഇല്ല. അപ്പം നമ്മൾ ഇല്ലാത്ത സാധനം കിട്ടുമ്പോഴത്തേക്കും, ഞാൻ പറയുന്നത് സ്റ്റോറിയോ സ്ക്രിപ്റ്റോ അല്ല പറയുന്നത്, മേക്കിംഗ്. ഇങ്ങനൊരു മേക്കിംഗ് മലയാള സിനിമയിൽ ഇല്ല. അപ്പം അങ്ങനെ ഒരു സാധനം കാണുമ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി ഇത് വർക്കായി. എനിക്ക് തിയേറ്ററിലൊരു വാച്ചബിൾ പരിപാടിയായിട്ട് തോന്നി. പിന്നെ പടത്തിൻ്റെ ക്ലൈമാക്സിൽ ഒരു സാധനം ഉണ്ട്, ഒരു ക്യാമിയോ പരിപാടി. അതിൻ്റെ ഒരു വേറൊരു ഐറ്റം കൂടെയൊക്കെ വരുന്നുണ്ട്. അതും നമുക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു തവണ കൂടെ ബോയ്ക്കോട്ട് ചെയ്യാനായിട്ട് മിക്കവാറും റെഡി ആകേണ്ടി വരും. അല്ലെങ്കിൽ ലാലേട്ടൻ്റെ മിക്കവാറും ചിലപ്പോൾ ഒരു തവണ കൂടെ നിങ്ങൾക്ക് കുറ്റം പറയേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ പടത്തിൻ്റെ റിസൾട്ട് പോലെ ഇരിക്കും എന്തായാലും. എനിവേ, പടം തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കത്തൊന്നുമില്ല, അങ്ങനെ പോയിരുന്ന് കാണാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ദിലീപിനെ ബോയ്ക്കോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരും നിർഗുണൻ ടീംസും ഇറങ്ങരുത്. നിങ്ങൾക്ക് പറ്റിയ പടമാണെന്ന് എനിക്കിത് തോന്നുന്നില്ല. നിങ്ങൾക്കിത് വർക്കാവില്ല. കാരണം നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കിത് ഈ പടം കാണാൻ വേണ്ടി പോയി നിങ്ങൾ പറയും, ഇതെന്ത് ലോജിക്കാണ്, ഇത് അങ്ങനെ ശരിയായില്ലല്ലോ, ഇത് അവിടെ ശരിയായില്ല, ഇത് ഇവിടെ ശരിയായില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വേറൊരു മൂഡാണ്. ഈ മൂഡിൽ പോയി കണ്ടു കഴിഞ്ഞാൽ സംഭവം നൈസായിട്ട് വരും. എനിക്ക് ഒരു വാച്ചബിൾ പരിപാടിയായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിർഗുണന്മാർക്കും കമൻറ്റ് ചെയ്യാം, ബോയ്ക്കോട്ട് ചെയ്യുന്ന ആൾക്കാർക്കും കമൻറ്റ് ചെയ്യാം, എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ബായ്.